അമ്മണിയമ്മേ, മോനുണർന്നോ? ഇല്ല. ഉണന്നോടാ ചക്കരക്കുട്ട. അമ്മ ഇപ്പൊ വരാം കേട്ടോ. എന്തൊരു ഉറക്കാത്. നേരെ എത്രയെന്നറിയാമോ? വന്നോ? ഇറ്റ് വാസ് എ ഗ്രാൻഡ് ഫംഗ്ഷൻ. ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് അറിയാമോ? സോ മെനി ഗ്രേറ്റ് പീപ്പിൾ. രുക്മിണി അരുണ്ടലിന്റെ സ്റ്റൈലാണ് എന്റെ എന്ന് ഒരാൾ പറഞ്ഞു. ആരാണെന്നറിയാമോ? ദ ഗ്രേറ്റ് ഡാൻസർ ഡോക്ടർ ജയ സുബ്രഹ്മണ്യം. ഇറ്റ് വാസ് എ റിയൽ കോംപ്ലിമെന്റ്. വിശ്വനെ പറ്റി അവർ കേട്ടിട്ടുണ്ട് പോലും. വിശ്വത്തിന്റെ കച്ചേരി ഒന്ന് തമിഴ്നാട്ടിൽ അറേഞ്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു. അവരുടെ ഹസ്ബൻഡ് ആയിരുന്നു പോലെ അവരുടെ ഉയർച്ചയ്ക്ക് മുഴുവൻ കാരണം. എന്താ പേര്? അറിയില്ല. ജോലി? ജോലി അവരുടെ ഹസ്ബൻഡ്. അതാണ് അയാളുടെ അഡ്രസ്. നാണം കെട്ടവൻ. അയാളെ പോലെ നിന്നെ കെട്ടിയെന്നുള്ള ചണക്കാൻ എനിക്ക് നോക്കൂല. നടക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ മിസ്റ്റർ ജയക്ക് അയാളുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന് കാലത്തെ കാപ്പി വാങ്ങി കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷെ എനിക്കുണ്ട്. എനിക്കിപ്പോ ഒരു കാപ്പി കുടിക്കണം. ഇപ്പൊ തരാം. ഞാനൊന്ന് കുളിച്ചോട്ടെ. കല്യാണത്തിന് അവരിവിടെ വന്ന് വിളിക്കാന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അവരിവിടെ വന്നിട്ട് നിന്റെ ഭർത്താവ് വാ തുറന്നാലേ എല്ലാം തീർന്നു. ഓരോ കള്ളങ്ങൾ പറഞ്ഞ് മാനം രക്ഷിക്കാൻ പെടുന്ന പാട് എനിക്കറിയാം. 5:30 മണിക്കാ റിസപ്ഷൻ. ചേട്ടനോടുകൂടെ ഒന്ന് പറയണ്ടേ? നീ പറഞ്ഞാ മതി. അത് വരാൻ പറ്റില്ലെന്ന് പറയുമായിരിക്കും. സന്തോഷം. ഞാൻ വണ്ടി അയക്കാം. നീ മാത്രം വന്നാ മതി. ഏത് ജാനകി? എന്റെ ചിത്തിയുടെ മകളാ. കല്യാണം തിരുച്ചെന്തൂര് വെച്ചായിരുന്നു. ഇവിടെ കാർഡ് വന്നില്ലേ? ചിത്തി അച്ഛനെ എല്ലാരും കൂടി വന്നിട്ടാ വിളിച്ചത്. വരും വരും പറഞ്ഞ് ഇത്ര നേരം ഇവിടെ കാത്തിരുന്നു. കച്ചേരി കഴിഞ്ഞ് വരുന്ന വഴി കാറ് കേടായി. അതുകൊണ്ടാണ് താമസിച്ചത്. ഇത്രയും നേരം അവരിവിടെ ഇരുന്നപ്പോ എനിക്ക് തന്നെ സങ്കടം തോന്നി. അതുകൊണ്ട് ചേട്ടനെയും കൂട്ടിട്ട് വരാന്ന് ഞാൻ വാക്ക് കൊടുത്തു. പിന്നെ ഇരിക്കാന്ന് അവര് പറഞ്ഞതാ. ഞാൻ ചിത്തിയുടെ കൈയടിച്ച് സത്യം ചെയ്തിട്ടാ അവര് പോയത്. അതുകൊണ്ട് ഞാനും നിന്റെ കൂടെ വരണം. വന്നില്ലെങ്കിൽ എന്റെ മേൽ നിനക്ക് യാതൊരു ഇൻഫ്ലുവൻസും ഇല്ലെന്ന് അവര് വിചാരിക്കും. നിന്റെ ഇൻഫ്ലുവൻസ് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. അയ്യേ. മോളെ, ഇതുതാൻ ഞാൻ ചെന്ന ജനനി, ഫേമസ് ഡാൻസർ. ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഹസ്ബൻഡാണോ? നീ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമായിരുന്നു. ഞാൻ പിന്നെ വരാതിരിക്കും. നമസ്കാരം. 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 ഏതായാലും കല്യാണത്തിന് വന്നില്ലെങ്കിലും ഇതെന്റെ ചിറ്റപ്പനാ. വീട്ടിൽ വന്നിരുന്നല്ലേ? ഞാനില്ലായിരുന്നു. ആര്? ഞങ്ങള് വരണമെന്ന് വിചാരിച്ചു, പക്ഷെ വരാൻ പറ്റിയില്ല. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ജനനി മാത്രമേ വരുള്ളൂ. ഏതായാലും ഞാൻ വന്ന് വിളിച്ചില്ലെങ്കിലും വന്നത് നന്നായി. നീ വരൂ. ജനനിയുടെ ഹസ്ബൻഡ് അല്ലേ? ഞങ്ങൾക്ക് ക്ലബിലേക്ക് ഒരു ഡാൻസ് പ്രോഗ്രാം അറേഞ്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഈ മാസം ഫ്രീ ആയിരിക്കുമോ? എനിക്കറിയില്ല. എക്സ്ക്യൂസ് മീ, അവരോട് ചോദിച്ചു. വീരമണി,
പേശർക്ക് നിന്നാ ശാപ്രത് കിടം കിടക്കാതെ. No, I don't think so. പോ. ആ ജനനി, നിന്റെ കുറെ ഫാൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് നിന്റെ കൂടെ ഒന്നൊരു ഫോട്ടോ എടുക്കണം. വരൂ വരൂ. അങ്ങ് വന്നേ, ഞാൻ വീട്ടിലുണ്ടോ? നിന്റെ കുടുംബത്തിന്റെ പ്രൗഢി ഞാൻ കണ്ടു. ഒരു അരിസ്ട്രോക്രാറ്റിക് സോഫിസ്റ്റിക്കേറ്റഡ് ക്രൗഡ്. അത് കാണിക്കാനല്ലേ കള്ളം പറഞ്ഞു കൊണ്ടുപോയത്. പക്ഷെ മര്യാദയൊന്നുമില്ല. ഓ, ഹൈ സൊസൈറ്റിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. വിഷു, ഞാൻ കാലകടച്ചിലാണ് വേണ്ടത്. നിന്റെ അത്രയും കുടുംബമയം എനിക്കില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്തില്ല. വിരോധം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാമായിരുന്നല്ലോ. വിളിച്ചോണ്ട് പോയി അവമാനിക്കാമായിരുന്നോ? അച്ഛനും മോളും കൂടെ കള്ളം പറഞ്ഞു കൊടുക്കുക, ബാക്കിയുള്ളവരെന്ത് ചെയ്യും? പ്ലീസ് വിഷം, എന്തിനാണ് എപ്പോഴും അച്ഛന്റെ കാര്യം പറയുന്നത്? ചെയ്ത കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, വിഷം വന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ പറഞ്ഞത്. ക്ഷണിക്കാൻ എല്ലാരും വന്നിരുന്നുവെന്ന്. എന്തായാലും നിറഞ്ഞു. പോരാത്തിന് നിന്റെ ആ പീറ സ്വാമി ഉണ്ടല്ലോ, റിട്ടയർഡ് DIG, നിന്റെ ചിത്തപ്പ, അയാളെന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ വിളിക്കാൻ മറന്നുപോയല്ലോ. എന്നാലും താൻ വന്നത് നന്നായി എന്ന്. വിളോഴി. വിഷു, വെരി സോറി. എന്ത് സോറി? നിനക്ക് ആട്ടവും പാട്ടും ഫോട്ടോയും ഓട്ടോഗ്രാഫും ആയിട്ട് നടന്നാ മതിയല്ലോ. ഭർത്താവിന്റെ വിലയെ കുറിച്ച് ഒന്നും അറിയണ്ട. ഓ, അല്ലെങ്കിൽ തന്നെ എനിക്കെന്ത് വില? വിഷു, സ്ത്രീകളെ പോലെ സംസാരിക്കരുത്. ഒരു തെറ്റ് പറ്റിപ്പോയി. എങ്ങനെ വേണമെങ്കിലും ക്ഷമ ചോദിക്കാൻ ഞാൻ തയ്യാറുമാണ്. ഞാനൊരു കാര്യം പറയാം. ബ്രാഹ്മണ സ്ത്രീ ഭർത്താവിനെ സ്വീകരിക്കാൻ മഞ്ഞളും ചുണ്ണാമ്പുമായി നിൽക്കണമെന്ന് പറയാറുണ്ട്. രാത്രി മുഴുവൻ പാടിത്തളർന്ന് മൈലുകൾ യാത്ര ചെയ്ത് വരുമ്പോ ചുണ്ണാമ്പും മഞ്ഞളും മൈലാഞ്ചിയൊന്നും ഇല്ലെങ്കിലും ചിരിക്കുന്ന മുഖവുമായി വാതിൽ തുറന്നു തരുന്ന ഒരു ഭാര്യയുടെ ചിത്രം എന്റെ മനസ്സിൽ പണ്ടേ ഉണ്ട്. നിന്റെ മുഖഛായയായിരുന്നു ആ ചിത്രത്തിൽ. ഒരു നർത്തകിയാകാനുള്ള നിന്റെ ശ്രമത്തിനിടയ്ക്ക് ഒരമ്മയാകാനും ഭാര്യയാകാനും നീ മറന്നുപോകും. ആ മറവി ചിലപ്പോൾ നമ്മെ തന്നെ പിരിച്ചേക്കാം. അതുകൊണ്ട് 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 ബുക്ക് ചെയ്ത പ്രോഗ്രാംസ് എല്ലാം ക്യാൻസൽ ചെയ്യണം. നാളെ മുതൽ നൃത്തം ചെയ്യണ്ട, അത്ര തന്നെ. ഞാനൊരല്പം ഡാൻസ് ചെയ്തതിന് എന്താ തെറ്റ്? തെറ്റും ശരിയൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. പറഞ്ഞത് അങ്ങോട്ട് അനുസരിച്ചാ മതി.
മോനെവിടെ? ഉറങ്ങുന്നു. അപ്പൊ അവൻ കിടന്ന് ഉറങ്ങുമ്പോഴാണ് നിന്റെ ഈ ബഹളം അല്ലേ? എന്റെ മോനല്ലേ, ചിലങ്കയുടെ ശബ്ദം അവന് ഇഷ്ടമായേ ഉള്ളൂ. എനിക്കിഷ്ടമില്ലാത്ത ഒരു ശബ്ദവും അവനും ഇഷ്ടമല്ല. കിടാവ് കൂത്താടിയെ കാണാൻ രസമുണ്ട്, കന്നു കൂത്താടിയാലോ? ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, നീ തുള്ളി ഉണ്ടാക്കുന്നതും നിന്റെ തന്ത ഉണ്ടാക്കിയതും ഒന്നും എനിക്ക് വേണ്ട. സുഖമായി ജീവിക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. എന്റെ നാവ് തടന്ന് ഞാൻ എവിടെയെങ്കിലും കിടക്കുമ്പോ ഞാൻ പറയാം തുള്ളാൻ, അപ്പൊ തുള്ളിയാ മതി. ഐ വാണ്ട് എ വൈഫ് ഇൻ ദിസ് ഹൗസ്, നോട്ട് എ ഡാൻസർ. ഒരിക്കൽ ഞാൻ നിന്നോടൊരു ഉപകാരം ആവശ്യപ്പെട്ടു, നീ ചെയ്തില്ല. ഇതെന്റെ അവസാനത്തെ അപേക്ഷയാണ്. നീ എനിക്ക് വേണ്ടി ചെയ്യണം. എന്നാ வைத்தி பேசுற நீ? மருமகன் இன்னைக்கு சங்கீத ரத்னமாகுക, நாளைக்கு சங்கீத ஸ்ரீ ஆகுക, மகள் நாட்டிஸ்ரீ ஆகுക. இதெல்லாம் உன்னை போன்ற ஒரு சங்கீதஜனுக்கு சந்தோஷம் தரக்கூடிய സംഗതി தானே? എല്ലാം പറഞ്ഞോണ്ട് നീ ഇത് പറയരുത്. ഇപ്പൊ തന്നെ അവന്റെ അഹങ്കാരം സഹിക്കോ ചെയ്യാനായിട്ടുണ്ട്. അവൻ സംഗീതത്തിൽ വരാൻ പാടില്ല. നീ എതിർക്കണം. என்ன பிரயோஜனம்? நான் எதிர்த்தாலும் சங்கீதத்தை பத்தி தெரிஞ்சவன் അവനെ പൂളത്താൻ ചെയ്യും. എന്നാലും നീ എതിർത്താലും അത് നടക്കില്ല. അല്പം മധുരം കഴിച്ച് നമുക്ക് പിണക്കം നിർത്തൂടെ? എനിക്ക് പിണക്കമൊന്നുമില്ല. എന്നാലൊന്ന് ചിരിക്കും നോക്കട്ടെ. എന്താ പതിവില്ലാത്തൊരു സന്തോഷം? നീ ആദ്യം മധുരം കഴിക്കേ. കൊച്ചു വിഷു ഉറങ്ങിയിട്ടില്ലെങ്കിൽ അവന്റെ വാലിൽ ലേശം മധുരം വെച്ചോളൂ. അവനല്ലേ നമ്മുടെ ലക്ക്. കാര്യം പറയൂ വിശു, വെറുതെ ബ്ലഡ് പ്രഷർ കൂട്ടാതെ. അതെ, പുറത്ത് 2 VIPs വന്ന് നിൽക്കുന്നു. അവര് പറയും വാ. ജനനിക്ക് എന്റെ സന്തോഷത്തിന്റെ കാരണം എന്താണെന്ന് അറിയില്ലെന്ന് ഒന്ന് പറഞ്ഞോളൂ മണി. ஐயோ கடவுளை தெரியாதா? வாத்தியாரை சங்கீத ரத்னமா செலக்ட் பண்ணியாச்சு. புருஷு, ഭർത്താവ് സംഗീതത്തിലും ഭാര്യ നാട്യത്തിലും പടിപടിയായി ഉയർന്ന് സംഗീതശ്രീയും നാട്യശ്രീയുമാവുക. ഉലകത്തിൽ എത്ര പേർ കണ്ട മാതിരി. വാദ്യാരുടെ കാര്യത്തിൽ ഇത് നടക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. അല്ലേ പുരുഷോത്തമ? അപ്പുറം ഇന്നൊരു വിഷയം ഉണ്ടേ. ഇവനുക്ക് നല്ല മരപ്പെട്ട് ഇറച്ചിയും പരുന്തും മുട്ടയും കൊടുത്ത് ഇവനെയും ഒരു ഭാരതശ്രീയായി മാറ്റണം. സാമ്പാറെ, നിന്നെ പോലെ കമ്പിയമ്മ കമ്പിട്ട് ഉറക്കുന്ന പണിയല്ല എന്റേത്. എടാ, ചോര നീരാക്കിയ താളം പിടിക്കുന്നത്. അതിനല്പം കട്ടിയായിട്ട് എന്തെങ്കിലും കഴിക്കണം. കഴിച്ചാൽ കുറച്ച് തടി ഉണ്ടായിരുന്നു വരും. അതിന് അസൂയപ്പെടുന്നത് അജീർണം വരാമ പാത്തുക്കോ. അതാ നിന്റെ കണ്ടിട്ട് പിത്തത്തിനെ പോലെ ഇരിക്കുന്നത്. ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കരുത്. വെറുതെ വഴക്കിടണ്ട, ഞാൻ പോയി കാപ്പി എടുത്തിട്ട് വരാം. അവിടെ നല്ല ഇങ്ങോട്ട് കൊണ്ടുവരും. കാപ്പി കുടിക്കാനല്ല വന്നത്, ഒരു കാര്യം അറിയാനാണ്. ചിന്നസ്വാമിയോട് പ്രോഗ്രാം എല്ലാം ക്യാൻസൽ ചെയ്യാൻ നീ പറഞ്ഞു. ഉം. കാരണം വിശ്വത്തിന് ഇഷ്ടമല്ല ഞാൻ നൃത്തം ചെയ്യുന്നത്. നിന്റെ വിഷയത്തിന് എന്നെ തീരെ ഇഷ്ടമല്ല. നാളെ എനിക്ക് ഇത്തിരി വിഷം നിന്ന് കൊല്ലാൻ പറയാൻ നീ കൊല്ലുമോ? അച്ഛൻ, നീ കൊല്ലും. നിന്നേക്കാൾ അധികം നീ സ്നേഹിച്ചിരുന്ന നൃത്തത്തെ അയാളുടെ വാക്കിട്ട് കൊല്ലാൻ തയ്യാറായ നീ അതുപോലെ അപ്പുറവും ചെയ്യും. അച്ഛനൊന്നും മനസ്സിലാക്കാതെ തന്നെ സംസാരിക്കുന്നത്. വിശ്വത്തിന് സംഗീതരത്ന പദം കിട്ടി. ഈ പ്രായത്തിൽ മറ്റൊരാൾക്ക് ഇതിനു മുൻപ് കിട്ടിയിട്ടില്ലെന്ന് അച്ഛനറിയാലോ. ആ നിലയ്ക്ക് ഒരു 5-6 വർഷത്തിനുള്ളിൽ വിശ്വ ഒരു സംഗീതശ്രീ പദം നേടിക്കൂടുന്നില്ലല്ലോ. വിശ്വത്തിന് ഉയർച്ച ഉണ്ടാവുന്നതാണ് എനിക്കിഷ്ടം. വിശ്വത്തിന്റെ ഉയർച്ച അത് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയതാണ്. നിനക്കറിയാമോ, നിന്റെ ഭർത്താവ് തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന സംഗീതരത്നത്തിന് വില കൊടുത്തത് ഞാനാ. മരുമകന്റെ സ്റ്റാറ്റസ് ഒന്ന് ഉയർത്തിയാൽ നാളെക്കാരില്ല തലപൊക്കി നടക്കാമല്ലോ എന്ന് കരുതി, അത്രേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന്റെ സംഗീതത്തിന് പ്രാഗൽഭ്യം കൊണ്ടൊന്നുമല്ല. ഉണ്ടാക്കി തന്ന സ്റ്റാറ്റസിന് നന്ദി. മാമനാരോട് മരുമകന്റെ ആദ്യത്തെ റിക്വസ്റ്റ് ആണ്, ഒരു നിമിഷം എനിക്ക് വേണ്ടി ഒന്ന് നിൽക്കണം. ഈ രത്നവും പൗഴവും ഒക്കെ വേണമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ പുറകെ നടന്നിട്ടില്ല. ഒരു കലാകാരൻ എന്ത് നേടിയാലും അതവന്റെ സ്വന്തം തപസ് കൊണ്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. ഒരു കലാകാരന്റെ കരിയർ ഒരു കരിയർ ബിൽഡപ്പ് അല്ല. അങ്ങനെ ബിൽഡപ്പ് ചെയ്യാനും സ്ഥാനമാനങ്ങൾ നേടിക്കൊടുക്കാനും ആരും ബുദ്ധിമുട്ടുകയും വേണ്ട. ആരുടെയെങ്കിലും ഔദാര്യം കൊണ്ട് കിട്ടുന്ന അന്തസ്സും പൊക്കിപ്പിടിച്ച് അത് കൊട്ടിക്കൊടിച്ച് നടക്കാൻ അത്രയ്ക്ക് തരം താഴ്ന്ന ചീപ്പ് റാസ്കലല്ല വിശ്വനാഥൻ. നായ കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുള്ളൂ എന്ന് ഞാൻ മറന്നുപോയി. Yes, I do admit that I'm a dog when you compare me with your filthy status. But this dog has a better standard and culture than a conservative brute like you. വിശ്വം, Shut up! ഇതൊരു ഭാര്യയുടെയും ഭർത്താവിന്റെയും മാമനാരുടെയും മരുമകന്റെയും പ്രശ്നമല്ല. He was insulting me. I don't let anybody to hurt my ego. ദാ, ഇന്ത്യൻ മ്യൂസിക് അക്കാദമി പ്രസിഡന്റിലെ കത്താണത്. നിങ്ങൾ വാങ്ങിച്ചു തന്ന രത്നം എനിക്ക് ആവശ്യമില്ലെന്ന് ഞാനിതിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തവരെ തന്നെ കൊടുത്തേക്കും. പിന്നൊരു കാര്യം,
സംഗീതരത്നം രാഗം വൈദ്യനാഥന്റെ സ്റ്റാറ്റസിന് പറ്റാത്ത ഒരുത്തന്റെ കൂടെയാണ് അദ്ദേഹത്തിന്റെ മകൾ താമസിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് മകളെ കാണണമെന്ന് തോന്നുമ്പോ ഒന്ന് ഫോൺ ചെയ്താൽ മതി. അന്തസ്സിന് ചേർന്ന് എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് അവിടെ കാണാം, സംസാരിക്കാം. ബട്ട് ഡോണ്ട് കം ടു ദിസ് ഹൗസ് എനിമോർ. ഇത് കുറച്ച് ക്രൂരമായി പോയി വിശ്വ. ഞാൻ ചെയ്തതോ നിന്റെ തന്ത ചെയ്തോ? ഒരിക്കൽ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. നിന്റെ വിവാഹ ദിവസം അത് തകർന്നു. ഇനി ഒന്നുകൂടെ ഉണ്ട്. നിന്റെ അമ്മയ്ക്ക് നേടാൻ കഴിയാത്തത് നിനക്ക് നേടണമെന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിന്റെ അമ്മ അവസാനമായി ആവശ്യപ്പെട്ടത് അത് തന്നെയാണ്. എനിക്ക് ആഗ്രഹമില്ലായിട്ടാണോ? പിന്നെ ആരെയാണ്, എന്തിനാണ് നീ പേടിക്കുന്നത്? അയാൾക്ക് വേണ്ടി നീ എന്തെല്ലാം വേണ്ടെന്ന് വെച്ചു. നിന്നെ പൊന്നുപോലെ വളർത്തി എന്നെ പോലും. ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും അനുസരിക്കുന്നതും മനസ്സിലാക്കാം. ബട്ട് വൈഫ് ഇസ് നോട്ട് എ സേവ് ദി ഹസ്ബൻഡ്. നീ ഒന്ന് നൃത്തം ചെയ്യാൻ കുടുംബം ഒന്ന് തകർന്നു പോവുമെങ്കിൽ അങ്ങനെയുള്ള ഭർത്താവുമായി ജീവിക്കുന്നതിൽ ഭേദം. എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ, ഈ അച്ഛന്റെ അവസാനത്തെ ആഗ്രഹമാണ് ഒരു വലിയ നർത്തകിയായി ലോകം മുഴുവൻ നിന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം അതെനിക്ക് കാണണം. അതിനുവേണ്ടി മാത്രമാണ് മോളെ ഈ അച്ഛൻ ജീവിക്കുന്നത്. നീ നൃത്തം ചെയ്യണം. നൃത്തം ചെയ്യാമെന്ന് എനിക്ക് വാക്ക് തരണം. നിന്റെ കാല് പിടിക്കാം. ഞാൻ നൃത്തം ചെയ്യാം. ഇംപോസിബിൾ, സാധ്യമല്ല. എന്താണ് വിശ്വത്ര ക്ഷോഭിക്കാൻ? മറ്റൊന്നുമില്ല, നിന്റെ മനസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചേണ്ട കാര്യമില്ല, അത്ര തന്നെ. അച്ഛന്റെ ഒരേ ഒരു ആഗ്രഹമാണ്, അത് വിശ്വത്തിന് അറിയാലോ. ജനനി വെറുതെ സംസാരിച്ച് ആരോഗ്യം കളയണ്ട. മൈ ആറ്റിറ്റ്യൂഡ് ഈസ് ആസ് ക്ലിയർ ആസ് ഡേ ലൈറ്റ്. ഇനി തർക്കിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ അതിന് ഒരുക്കവുമല്ല. വിശ്വ ഞാൻ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ വിശ്വത്തിനോട് എന്ന പോലെ എന്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് ചില കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ഞാൻ നിന്റെ ഉത്തരവാദിത്തങ്ങളൊന്നും ചോദ്യം ചെയ്തില്ല. സ്വന്തം മകളുടെ ഭർത്താവിന്റെ മുഖത്ത് കരുവാരി തെച്ചിട്ട് ആ മുഖം നോക്കി നിന്ന് പൊട്ടിച്ചിരിക്കുന്ന ഒരു അച്ഛനോടൊപ്പം നടക്കിച്ചിരിക്കുന്ന ഒരു മകളുമായി ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല. വിശ്വം വെറുതെ ചെയ്യാത്ത കുറ്റം അടിച്ചേൽപ്പിക്കരുത്. ഞാൻ വെറും ഒരു മരങ്ങോടനാണെന്ന് ധരിക്കരുത്. എനിക്കറിയാം, നിന്നെ ഇറക്കിക്കൊണ്ടുവന്നതിന് എന്നോട് പകരം വിട്ടുകയാണ് നിന്റെ തന്ത. മകളെ നാട്യശ്രീയാക്കുക, അയാളുടെ ഇൻഫ്ലുവൻസിന് മുമ്പിൽ എന്റെ കഴിവുകളെ ചവിട്ടി തേക്കുക, എന്നിട്ട് അവസാനം മകളുടെ ഭർത്താവ് എന്നൊരു ബാനർ എന്റെ കഴുത്തി കെട്ടി തൂക്കുക. അങ്ങനെ ജയിച്ച എന്റെ മുമ്പിൽ ഞെളി നിൽക്കാനാണ് അയാളുടെ മോഹമെങ്കിൽ അതിന്റെ പട്ടിയെ പോലും കിട്ടില്ല. വിശ്വ എന്റെ അമ്മയുടെ അമ്മ 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 അമ്മയുടെ നോയരും. വിശ്വം, എനിക്ക് നിന്റെ പുരാണമൊന്നും കേൾക്കണ്ട. ജനനി ഒന്നൊരു നർത്തകിന് ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ അവൾ വിശ്വനാഥന്റെ ഭാര്യയാവില്ല. ഒരു സ്ത്രീ കലാകാരിയായി പോയാൽ അവളുടെ വിവാഹത്തോട് അഭ്യർത്ഥിച്ചതെല്ലാം മറക്കണം, നേടാൻ കഴിയുന്നതെല്ലാം വലിച്ചെറിയണം എന്നൊക്കെയാണ് വിശ്വം പറയുന്നത്. സ്ത്രീകളുടെയും കലാകാരികളുടെയും നർത്തകളുടെയും കാര്യത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഐ ആം ടോക്കിംഗ് അബൌട്ട് വാട്ട് മൈ വൈഫ് ഷുഡ് ഡു ആൻഡ് വാട്ട് ഷീ ഷുഡ് നോട്ട്. ഞാനൊരു ഭാര്യ മാത്രമല്ല. ആ ഒരു ഡാൻസുകാരി കൂടെയാണ്. എന്താണ് ഡാൻസുകാരി എന്ന് പറയുമ്പോൾ ഒരു വിലക്കുറവ്? അതൊരു കലയല്ലേ? It's a stupid art. No, as far as I am concerned, it is a disciplined, dynamic, divine and indispensable art. To me, it's deceptive, degrading and destructive. എങ്കിൽ നിങ്ങളുടെ സംഗീതത്തിന് ഞാനും കൊടുക്കുന്നതിൽ അത്രേ ഉള്ളെന്ന് വിചാരിച്ചോളൂ. എന്റെ സംഗീതത്തിനും നീ പറയണ്ട, എനിക്കെന്ന് പറഞ്ഞോളൂ. എനിക്ക് നീ എന്ത് പുല്ല് വില കൽപ്പിച്ചാലും ശരി, ഈ അഴിഞ്ഞാട്ടം ഇനി ഇവിടെ നടക്കില്ല. ചിലങ്കയുടെ കിലിക്കവനിവിടെ കേട്ടാൻ എനിക്ക് ഭ്രാന്ത് പിടിക്കും. വിശ്വത്തിലെ കലാകാരനല്ല, കോംപ്ലക്സ് ആണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇൻഫീരിയോറിറ്റി, സ്വന്തം കഴിവിലുള്ള വിശ്വാസമില്ലായ്മ. ഞാൻ എന്റെ ഭർത്താവിനെ കുറിച്ച് വളരെ പ്രൗഡായിരുന്നു. ആ ബ്രോഡ് മൈൻഡഡ്, സ്പിരിറ്റഡ് ആൻഡ് സെൽഫ് റെസ്പെക്ടിംഗ് പേഴ്സണാലിറ്റിയാണ് വിശ്വം എന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് തെറ്റിപ്പോയെന്ന് തോന്നുന്നു. വിശ്വം വളരെ ചീപ്പായി പോയി. ഒരു തേർഡ് റേറ്റ് ഹസ്ബൻഡിനെ പോലെ നിങ്ങൾ പെരുമാറുന്നു. ദിസ് സ്പിരിറ്റഡ്, നാരോ മൈൻഡഡ് ആൻഡ് എ മാൻ വിത്ത് ഫുൾ ഓഫ് കോംപ്ലക്സ്. എല്ലാത്തിനുപരിയായി യു ആർ ജെലസ്. ഞാൻ നന്നാവുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അസൂയാണ്. ഇപ്പോഴൊന്നുകൂടി എനിക്ക് മനസ്സിലായി, നിങ്ങളൊരു മഹാനായ സംഗീതജ്ഞനാണെന്ന്. തല്ലിയപ്പോഴും ആ താളം തെറ്റിയില്ല. തെറ്റിയത് എന്റെ സ്വപ്നങ്ങളുടെ താളമാണ്, എന്റെ നൃത്തത്തിന്റെ താളമാണ്, നമ്മുടെ ജീവിതത്തിന്റെ താളമാണ്. कर्तव्यं दैवमान्तिकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते।
പറഞ്ഞത് ശരിയാണ്. എന്റെ സംഗീതത്തിന്റെയും നിന്റെ നൃത്തത്തിന്റെയും നമ്മുടെ ജീവിതത്തിന്റെയും താളം തെറ്റിയിരിക്കുന്നു. നമുക്ക് പിരിയാൻ സമയമായിരിക്കുന്നു. ഞാനും എന്റെ കുഞ്ഞും പോവുകയാണ്. നിനക്കും നിന്റെ നൃത്തത്തിനും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട്. തേടരുത്, കണ്ടെത്തില്ല. ഗുഡ് ബൈ, വിശ്വനാഥൻ.